എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പരിധിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും ആധികാരികമായിട്ടുള്ള രേഖയുടെ അടിസ്ഥാനത്തിൽ ഇവരെയൊക്കെ നമ്മൾ രജിസ്ട്രേഷൻ ഉറപ്പാക്കിയവരാണ്. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും മുടക്കം കൂടാതെയുള്ള THR സേവനം കൊടുക്കുന്നതിന് അവരുടെ 2-way ഓതൻറ്റിക്കേഷൻ കൂടെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ THR ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ HSM ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാവണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ച് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ളത് കൂടെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് THR സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ഇനി ആരൊക്കെയാണ്, HCM ആർക്കൊക്കെയാണ് മുടക്കം കൂടാതെ കിട്ടുക എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ നാളിതുവരെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ കൊണ്ടുപോകുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ് ഇത്തരത്തിൽ ഗുണഭോക്താക്കൾക്ക് THR വിതരണം ചെയ്യുന്ന സമയം FRS ഫേസ് വെരിഫിക്കേഷൻ 100% നിർബന്ധമാക്കേണ്ടത് എന്നുള്ളതാണ് ഈ സെഷനിലൂടെ വിവരിക്കുന്നത്. കൃത്യമായി അറിഞ്ഞിരിക്കുക. നമുക്കറിയാം, പുതിയ ഗൈഡ് ലൈൻ പ്രകാരം ഒരു സാമ്പത്തിക വർഷത്തെ 4 ക്വാർട്ടറുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്വാർട്ടറിൽ വരുന്ന മാസങ്ങളാണ് ഏപ്രിൽ, മെയ്, ജൂൺ. രണ്ടാമത് വരുന്ന ക്വാർട്ടറിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. മൂന്നാമത് വരുന്ന ക്വാർട്ടർ ഒക്ടോബർ, നവംബർ, ഡിസംബർ. നാലാമതും അവസാനത്തെ വരുന്ന ക്വാർട്ടറാണ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 2027 എന്നുള്ളത്. ഇത്തരത്തിൽ 4 ക്വാർട്ടറുകളിലും അല്ലെങ്കിൽ ഈ 4 ഭാഗങ്ങൾക്കും ഒരു മാനദണ്ഡമാക്കുന്ന ഒരു മാസമുണ്ട്. ആ മാസത്തിലെ പോഷൻ ട്രാക്കർ പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് ഓരോ ക്വാർട്ടറിലെയും 3 മാസങ്ങളിൽ ഈ ഗുണഭോക്താക്കൾക്ക് ഇനി മുതൽ THR അനുവദിച്ചു വരിക, അതേപോലെ തന്നെ HCM അനുവദിച്ചു വരിക. ഇതിൻ്റെയൊക്കെ വിഹിതങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മാസങ്ങളിൽ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുടക്കം കൂടാതെ തടസ്സം വരാതെ 100% ഉറപ്പാക്കുക എന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ഏതൊക്കെ മാസങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൂടെ ടീച്ചർമാർ അറിഞ്ഞിരിക്കുക. അതായത് ഏപ്രിൽ 2026 മുതൽ മാർച്ച് 2027 വരെയാണ് ഒരു സാമ്പത്തിക വർഷം, അതായത് നിലവിലുള്ള സാമ്പത്തിക വർഷം. ഇതിലെ ആദ്യ ക്വാർട്ടറാണ് ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്ന മാസങ്ങൾ. ഈ 3 മാസങ്ങളിലും കേന്ദ്രവിഹിതം അനുവദിക്കുന്നത് മാനദണ്ഡമാക്കിയിട്ടുള്ള ജാനുവരി മാസത്തെ കണക്കെടുപ്പാണ്. അതായത് 2026 ജാനുവരിയിൽ നിങ്ങൾ എത്ര കുട്ടികൾക്കാണോ HCM കൊടുത്തതായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്, അതിൽ തന്നെ 16 ദിവസമെങ്കിലും HCM കൊടുത്തു എന്നുള്ളത് ഈ ഭാഗത്ത് മാർക്ക് ചെയ്ത ഗുണഭോക്താക്കൾക്ക് മാത്രമേ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ഈ പറയുന്ന ഗുണഭോക്താക്കൾക്ക് മുടക്കം കൂടാതെ കേന്ദ്രവിഹിതം വരികയുള്ളൂ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത് ക്വാർട്ടർ എടുക്കുക. അതെപ്പോഴാണ്? തത്സമയം, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. നമ്മളിപ്പോൾ നിൽക്കുന്ന ജൂലൈ മാസം തുടങ്ങി ഇനി വരുന്ന ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഈ 3 മാസങ്ങളെയാണ് രണ്ടാമത് ക്വാർട്ടർ എന്ന് പറയുക. ഈ രണ്ടാമത് ക്വാർട്ടറിലെ 3 മാസങ്ങളിലും കേന്ദ്രവിഹിതം കുട്ടികൾക്കും പ്രഗ്നന്റും ലാക്ടേറ്റിംഗ് 6-8-3 കാറ്റഗറിക്കും അനുവദിച്ചു വരുന്ന വിഹിതം എന്ന് പറയുന്നത് ഏപ്രിൽ 2026 മാസത്തെ കണക്കിനെ അനുസരിച്ചാണ്. അതായത് ഏപ്രിൽ 2026 മാസത്തിൽ പോഷൻ ട്രാക്കറിൽ നിങ്ങൾ എത്ര കുട്ടികൾക്കാണോ 16 ദിവസമെങ്കിലും HCM മാർക്ക് ചെയ്തത് അവർക്കാണ് HCM വിഹിതം വരികയുള്ളൂ. ഒപ്പം തന്നെ THR ഫേസ് വെരിഫിക്കേഷനിലൂടെ കൊടുത്തത് എത്ര പേർക്കാണോ അവർക്ക് മാത്രമാണ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ അവർക്ക് THR വരികയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മാസം ഏതൊക്കെയായിരുന്നു? 2026 ജാനുവരി മാസവും 2026 ഏപ്രിൽ മാസവും. ഇനിയാണ് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ 2 മാസങ്ങളും കഴിഞ്ഞു പോയി. ഇനി വരുന്ന മാസങ്ങളിലെങ്കിലും കൃത്യമായി നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചെടുത്ത് മനസ്സിലാക്കി ഇതെല്ലാം പ്രാവർത്തികമാക്കിയാൽ മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ മുടക്കം കൂടാതെ ഈ ഗുണഭോക്താക്കൾക്ക് THRഉം HCM ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും ലഭിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഓരോ മാസങ്ങളുണ്ട്. ആ മാസങ്ങളിലേക്ക് മാത്രമാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് രണ്ടാമത് ക്വാർട്ടറാണ് പറഞ്ഞു. അതിന് മാനദണ്ഡമാക്കി എടുക്കുന്നത് ഏപ്രിൽ മാസമാണ്. അത് കഴിഞ്ഞു. ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ 3 മാസങ്ങൾക്ക് വേണ്ടി മാനദണ്ഡമാക്കിയെടുക്കുന്ന ഒരു മാസമാണ് ജൂലൈ. അതായത് ഈ മാസത്തിൽ നമ്മൾ എത്ര കുട്ടികൾക്കാണോ 16 ദിവസമെങ്കിലും HCM മാർക്ക് ചെയ്യുന്നത് ആ കുട്ടികൾക്ക് മാത്രമേ ഇനി വരുന്ന ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിൽ HCM വിഹിതം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ആയതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഇന്ന് മുതൽ മുടക്കം കൂടാതെ നിർബന്ധമായിട്ടും വരുന്ന എല്ലാ കുട്ടികൾക്കും ഹാജർ നില പോഷൻ ട്രാക്കറിലെ ഡെയിലി ട്രാക്കിംഗ് പേജ് എടുത്ത് HCM മാർക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. HCM, മോർണിംഗ് സ്നാക്സ്, ഹാജർ നില, പ്രീ സ്കൂൾ ആക്ടിവിറ്റി, ECC, ഈ കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന കുട്ടികൾക്ക് അത്രയും, അതായത് ഹാജർ എടുക്കുന്ന കുട്ടികൾക്ക് അത്രയും തന്നെ മോർണിംഗ് സ്നാക്സും HCMഉം നിർബന്ധമായിട്ടും വിട്ടുപോകാതെ മാർക്ക് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിൽ
6-3 കുട്ടികൾ, പ്രഗ്നന്റ് വുമൻ, ലാക്ടേറ്റിംഗ് മദർ, ഈ 3 കാറ്റഗറിയിലുള്ള THR ഗുണഭോക്താക്കൾക്ക് മുടക്കം കൂടാതെ 3 മാസങ്ങളിലും തടസ്സം കൂടാതെ സേവനങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മാസം, അതായത് ജൂലൈ മാസത്തിൽ നിർബന്ധമായിട്ടും ഈ ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ 25 ദിവസം എന്നുള്ളത് മാർക്ക് ചെയ്ത് അവരുടെ ഫേസ് വെരിഫിക്കേഷൻ നിർബന്ധമായും എടുത്തതിന് ശേഷം മാത്രമായിരിക്കണം പൊടികൾ വിതരണം ചെയ്യേണ്ടത്. അല്ലാതെ കൊടുക്കുന്ന ഗുണഭോക്താക്കൾക്കൊന്നും തന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിൽ പൊടികൾ കിട്ടില്ല എന്നുള്ളത് കൂടി തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ 3ാമത് ക്വാർട്ടറിലാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. ഈ 3ാമത് ക്വാർട്ടറിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ജൂലൈ മാസത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ മാസത്തെ എൻട്രികളാണ് ഇനി വരുന്ന 3 മാസങ്ങളെ മാനദണ്ഡമാക്കി എടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഒക്ടോബർ മാസം വളരെ പ്രധാനപ്പെട്ട മാസമാണ്. അത് 4ാമത് ക്വാർട്ടർ വരുന്ന ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 2027 വേണ്ടി എത്ര ഗുണഭോക്താക്കൾക്കാണ് ഈ വിഹിതങ്ങൾ കിട്ടേണ്ടത്, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാസത്തിൽ നിർബന്ധമായിട്ടും ഈ ഗുണഭോക്താക്കളുടെ എല്ലാം തന്നെ HCM കൃത്യമായ ഹാജർ നില രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ THR ഫേസ് വെരിഫിക്കേഷനിലൂടെ മാത്രമേ കൊടുത്തു എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കേണ്ടത്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 4 മാസങ്ങളാണ് ഒരു സാമ്പത്തിക വർഷം വരുന്നത്. ആ മാസങ്ങളിലൊക്കെ തന്നെ നിർബന്ധമായിട്ടും പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെയും ഫേസ് വെരിഫിക്കേഷനിലൂടെ മാത്രമേ THR വിതരണം നൽകാൻ പാടുകയുള്ളൂ. ഒപ്പം തന്നെ HCM ഹാജർ നില പൂർണ്ണമായിട്ടും 16 ദിവസമെങ്കിലും മാർക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ജാനുവരി മാസങ്ങളിൽ, ഏപ്രിൽ മാസം, ജൂലൈ മാസം, ഒക്ടോബർ മാസം, ഈ പ്രധാനപ്പെട്ട മാനദണ്ഡമാക്കിയെടുക്കുന്ന ഈ 4 മാസങ്ങളിലും 100% ഫേസ് വെരിഫിക്കേഷൻ ഉറപ്പാക്കുക. ഈ 4 മാസങ്ങളിലും 100% 16 ദിവസമെങ്കിലും ഹാജർ നില നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്ത് അവസാനിപ്പിക്കണം. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മാസങ്ങളാണ് ഈ പറഞ്ഞത്. ജാനുവരി, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ, ഈ 4 മാസങ്ങളാണ് മറ്റുള്ള മാസങ്ങൾക്കൊക്കെ മാനദണ്ഡമാക്കി എടുക്കുന്നത്. ഈ മാനദണ്ഡം എന്ന് പറയുന്നത് പോഷൻ ട്രാക്കറിലേക്ക് നിങ്ങൾ ആ തനത് മാസങ്ങളിൽ രേഖപ്പെടുത്തുന്ന HCM-ഉം അതേപോലെ തന്നെ THR ഫേസ് വെരിഫിക്കേഷനുമാണ് എന്നുള്ളത് കൂടി തിരിച്ചറിയുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പോഷകഭാഷയിൽ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ സെഷനുകളും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അങ്കണവാടി പ്രവർത്തനങ്ങൾ അനായാസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കും, പക്ഷേ ഇതിലെല്ലാം തന്നെ റിപ്പോർട്ടിങ്ങുകൾ നിർബന്ധമാണ്. ഈ റിപ്പോർട്ടിംഗ് ആണ് പോഷൻ ട്രാക്കർ എന്ന ടൂളിലൂടെ നമ്മൾ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ഗുണഭോക്താവിനും കൃത്യസമയത്ത് സേവനങ്ങൾ ലഭിച്ചു എന്ന് ഉറപ്പാക്കുന്നതിനും ടീച്ചറുടെ ചുമതല അതേ പ്രകാരം തന്നെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നതിനൊക്കെ തന്നെയാണ് പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ നിലവിൽ വന്നിട്ടുള്ളത്. പൂർണ്ണമായും പഠിച്ചെടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് പരാതികളില്ലാത്ത സേവനങ്ങൾ നിങ്ങളുടെ പരിധിയിൽ ഉറപ്പാക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്